വളരെ കളർഫുള്ളായ ഒരു കാലത്തൂടെയാണ് മലയാള സിനിമ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആവേശവും പ്രേമലും ഒക്കെ ഉണ്ടാക്കിയ ആ ആവേശം കെട്ടടങ്ങുന്നതിന് മുമ്പ് ഏതാണ്ട് അതേ വൈബിലുള്ള മറ്റൊരു സിനിമ കൂടി പുറത്തിറങ്ങിയിരിക്കുന്നു, ഗുരുവായൂർ അമ്പലനടയിൽ. തുടക്കം തൊട്ട് ഒടുക്കം വരെ പ്രേക്ഷകനെ ചിരിപ്പിക്കുന്ന രസകരമായ ഒരുപാട് മുഹൂർത്തങ്ങളുള്ള ഉത്സവ പ്രതീതിയുള്ള ഒരു ചിത്രം എന്നതായിരിക്കും ഇതിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും ചുരുങ്ങിയ വിശേഷണം. സിനിമയുടെ കഥ പറയുന്നില്ല, കഥാമുഹൂർത്തങ്ങൾ വിവരിക്കുന്നുമില്ല. അത് മനസ്സിലായി കഴിഞ്ഞാൽ ഈ സിനിമ കാണുന്നതിൻ്റെ രസം പകുതി അവിടെ നഷ്ടമായി പോകും. പൃഥ്വിരാജിൻ്റെയും ബേസിലിൻ്റെയും പെർഫോമൻസ് തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റ്. പൃഥ്വിരാജിൻ്റെ ആനന്ദേട്ടനും ബേസിലിൻ്റെ വിനുവും കൂടി ചേരുന്ന അളിയൻ സീനുകളൊക്കെ വലിയ കയ്യടിയോടുകൂടിയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത്. ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പലരും പൃഥ്വിരാജിൻ്റെ കോമഡി പെർഫോമൻസിനെ കുറിച്ച് വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അവർക്കുള്ള മറുപടി തിയേറ്ററിലുണ്ട്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, സിനിമ കണ്ടു കഴിയുമ്പോൾ അത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അത്ര കൈയടക്കത്തോടു കൂടിയാണ് ഈ കോമഡി കഥാപാത്രം അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. അടുത്ത കാലത്തൊന്നും പൃഥ്വിരാജിൻ്റെതായി ഇതുപോലൊരു കഥാപാത്രം വന്നിട്ടുണ്ടെന്ന് തോന്നുകയല്ല. ബേസിലിൻ്റെ കഥാപാത്രവും വ്യത്യസ്തമല്ല. മുൻ സിനിമകളിലുള്ളതുപോലെ വളരെ കൈയടക്കത്തോടു കൂടി മാനറിസം കൊണ്ടായാലും അവതരണം കൊണ്ടായാലും ഡയലോഗ് ഡെലിവറി കൊണ്ടായാലും അദ്ദേഹം മികച്ചു നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പൃഥ്വിരാജുമായിട്ടുള്ള കോമ്പിനേഷൻ സീനുകളിലൊക്കെ അവർ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലും കെമിസ്ട്രിയും പ്രേക്ഷകനെ വളരെയധികം രസിപ്പിക്കുന്നുണ്ട്. ഈ സിനിമയെ കൂടുതൽ ആവേശമുള്ളതാക്കി മാറ്റുന്നുണ്ട്. പൃഥ്വിരാജിൻ്റെയും ബേസിലിൻ്റെയും പേര് പറയുമ്പോൾ തന്നെ എടുത്തു പറയേണ്ട പേരാണ് നിഖില വിമലിൻ്റെയും അനശ്വര രാജൻ്റെയും. പ്രധാനപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങളായി കടന്നു വരുന്ന ഇവർ രണ്ടുപേരും സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവരുടെ വേഷം ഗംഭീരമാക്കിയിട്ടുണ്ട്. വിപിൻ ദാസാണ് സിനിമയുടെ സംവിധായകൻ. ദീപു പ്രദീപാണ് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. ദീപു പ്രദീപിൻ്റെ തിരക്കഥയായിരുന്നു കുഞ്ഞിരാമായണം. അതിൽ ഓരോ ചെറിയ കഥാപാത്രങ്ങൾക്കും എത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം രസകരമായി അവർ ആ കഥയിൽ അലിഞ്ഞു ചേരുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടതാണ്. അതേ അനുഭവം തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമയിലുള്ളത്. ചെറിയ കഥാപാത്രങ്ങളായിട്ടാണെങ്കിലും ജഗദീഷും ബൈജുവും രേഖയും സാഫ് ബോയിയും സിജുവും എല്ലാം കടന്നു വരുന്നുണ്ട്. അവരുടെ ഗംഭീര പെർഫോമൻസും ആ ചെറിയ നേരത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തമാശയാണ് സിനിമയുടെ ജീവൻ എന്ന് പറയുമ്പോൾ ആ തമാശയിലേക്ക് ഇവരെല്ലാം അവരുടേതായ കോൺട്രിബ്യൂഷൻസ് നടത്തുന്നുണ്ട്. വിപിൻ ദാസിൻ്റെ സംവിധാന മികവും കൈയടക്കവും എടുത്തു പറയേണ്ട കാര്യമാണ്. ജയ ജയ ഹേ ആയിരുന്നു ഇതിനു മുമ്പ് അദ്ദേഹം ഒരുക്കിയിരുന്ന സിനിമ. അതിൽ പുലർത്തിയിരിക്കുന്ന ആ കൈയടക്കം നമുക്ക് ഈ സിനിമയിലും കാണാൻ പറ്റും. പ്രത്യേകിച്ച് ചില പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന രീതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയെ, നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന തമാശയെ ഒന്നും കൂടി എലവേറ്റ് ചെയ്യാൻ, ഒന്നും കൂടി ആവേശമുള്ളതാക്കി മാറ്റാൻ അത് സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ അഴകിയ ലൈല എന്ന് പറയുന്ന പഴയ പാട്ടൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി തീർത്തും പ്രശംസനീയമാണ്. നമ്മൾ വളരെയധികം സ്ട്രെസ്ഫുൾ ആയൊരു ദിവസത്തിന് ശേഷം രസകരമായൊരു സിനിമ കാണണം, ഒന്ന് റിലാക്സ് ചെയ്യണം, ആവേശത്തോടു കൂടി കുടുംബസമേതം കുറച്ച് നേരം ഇരിക്കണം, ഒന്ന് ചിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കാറില്ലേ? അതിന് പറ്റിയൊരു ഉത്തരം തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയുടെ കഥയോ കഥാമുഹൂർത്തങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റു ചുറ്റുപാടുകളോ ഒന്നും ആരും പറയുന്നതിന് മുമ്പ് തന്നെ തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണാൻ ശ്രമിക്കുക. ഈ കാണുന്ന നേരം നിങ്ങൾക്ക് വെറുതെ ആവില്ല എന്നുള്ളത് ഉറപ്പാണ്.